الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا تحين مناص عجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب وجعل الآلهة إلها واحدة إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب جند ما هنالك مهزوم من الأحزاب كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب إن كل إلا كذب الرسل فحق عقاب ما ينظر هؤلاء إلا صيحة واحدة ما لها من فواق وقالوا ربنا عجل لنا قطنا قبل يوم الحساب. صدق الله العظيم. صدق وبلغ رسول النبي الكريم. ഇന്ന് സൂറത്ത് സ്വാദാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ സൂറത്ത് ഏതാണ്ട് മക്ക കാലഘട്ടത്തിൽ കഴിഞ്ഞതാണ്. മക്കയിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. മക്ക സൂറത്തുകൾ പൊതുവെ മക്കയിൽ അവതരിച്ചതാണ് എന്നാണ് പറയാറുള്ളത്. മക്ക ജീവിതത്തിൽ ഇറങ്ങിയ സൂറത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ട, പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് വിഷയങ്ങളിൽ ഊന്നി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഊന്നി നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ സൂറത്തിൽ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ സൂറത്ത് അതുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ 16 ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. കഴിഞ്ഞ സൂറത്തുകളെല്ലാം ഉണ്ടായിരുന്നതുപോലെ ചെറിയ ചെറിയ സൂറത്തുകളിലാണ് അന്ന് അല്ലെങ്കിൽ സാഫാത്ത് എന്ന സൂറത്തിൽ പ്രധാന കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ഇന്ന് അത്രയും അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി വലിയ സൂറത്തുകളാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ
പ്രയാസവും വിഷമവും ഉള്ള സമൂഹത്തിൽ ഉണ്ടായിരുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഖുർആനിൽ നോക്കാം. സ്വാദ് എന്ന് പറഞ്ഞാൽ അത് ഒരു അക്ഷരമാണ്. കത്തിയാത്ത് കത്ത എന്നാണ് പറയാറുള്ളത്. 26 മറ്റോ ആയത്തുകളാണ് അതിലുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ സൂറത്ത് സ്വാദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വാദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഖുർആൻ പറയുന്നു, വൽ ഖുർആനിൽ മജീദ് വൽ ഖുർആനി ദിദ്ദിക്രി. ഖുർആൻ ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആനാണ്. വൽ ഖുർആനി ദിദ്ദിക്രി, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആനാണ് സത്യം. വൽ ഖുർആനി എന്ന വാവ് സത്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പറയാറുള്ളത്. വൽ ഖുർആനി ദിദ്ദിക്രി, ഖുർആനിന്റെ സത്യം ഉൾക്കൊള്ളുന്ന പദങ്ങളാണ് പറയാറുള്ളത്. ഒരു ഖുർആനി സത്യമാണ്, ഖുർആൻ തന്നെ സത്യം. ഇങ്ങനെയുള്ള ഖുർആനാണ് ദിദ്ദിക്രി, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ. ആ ഖുർആനാണ് സത്യം. ബലില്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികൾ ഫീ ഇസ്സത്തിൻ, അവർ ദുരവസ്ഥയിലാണുള്ളത്. വശിഖാഖ്, കിടമത്സരത്തിലുമാണുള്ളത്. രണ്ട് ആയത്തുകളാണ് ഈ ഒരു വരിയിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം പറയാണ്, വിശുദ്ധ ഖുർആനാണ് സത്യം. അല്ലദീന എങ്ങനെയുള്ള ഖുർആനാണ്? ഉൻസില അല്ലദീന കഫറു, നിഷേധികളാകുന്ന ആളുകൾ, ഫീ ഇസ്സത്തിൻ, ദുരഭിമാനത്തിലും, വശിഖാക്ക്, കിടമത്സരത്തിലുമാണ്. കം അഹിലക്കിന, എത്രയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്, മിൻ ഖബലിഹിം, ഇവർക്ക് മുമ്പ്, മിൻ ഖറനിൻ, സമുദായത്താൽ, ഖർന് എന്ന സമുദായം, ആ സമുദായത്താൽ എത്ര ആളുകളാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പനാദൗ, അവർ വിളിച്ചു പറഞ്ഞു, വലാത്ത ഹീന മനാസ്, എന്തെന്നാ വിളിച്ചു പറഞ്ഞത്? രക്ഷപ്പെടാനുള്ള വഴിയായി മാർഗമായി ആണുള്ളത്. രക്ഷപ്പെടാനുള്ള മാർഗമെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. രക്ഷപ്പെടാനുള്ള മാർഗം സമയമായി കഴിഞ്ഞിരിക്കുന്നു. രക്ഷപ്പെടാനുള്ള മാർഗം വന്നു കഴിഞ്ഞിരിക്കുന്നു. ലാത്ത എന്ന് പറഞ്ഞാൽ ലാ എന്നത് സാധാരണഗതിയിൽ നിഷേധത്തിന്റെ അർത്ഥമാണ്. ഇല്ല എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ്. താ എന്നത് സായിദ എന്ന് പറയാം. സായിദ, അതിന് പ്രത്യേകിച്ച് ആ താക്ക് അർത്ഥമില്ല. അത് അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. പിന്നെ പറയുന്നത് ഹീന മനാസു എന്നാണ്. ഹീന മനസ്സ് എന്നാൽ രക്ഷപ്പെടാനുള്ള സമയത്താൽ, മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗമെല്ലാം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാജിബു, അവർ അത്ഭുതപ്പെടുകയാണ്, അഞ്ചാഹും, അവർക്ക് വന്നു എന്നത്, മുൻദിറും മിൻഹും, അവരിൽപ്പെട്ട മുന്നറിയിപ്പുകാരൻ, അഞ്ചാഹും മുൻദിറും മിൻഹും, അവരിൽപ്പെട്ട മുന്നറിയിപ്പുകാരൻ വന്നു കഴിഞ്ഞു എന്നത് അവർക്ക് അത്ഭുതമാണ്. ഖാലൽ കാഫിറൂന, സത്യനിഷേധികൾ പറയുന്നു, ഹാദാ സാഹിറുൻ, ഇത് ഒരു മാന്ത്രികനാണ്, കദ്ദാബ്, കള്ളം പറയുന്നവരുമാണ് എന്നാണ് അവർ പറയുന്നത്. മുഹമ്മദ് നബിയെ പറ്റിയാണ് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
മക്കയിൽ ഏതാണ്ട് 13-14 വർഷക്കാലം മക്കയിലെ എല്ലാ ആളുകൾക്കുമാണ് പ്രബോധനം ചെയ്തത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മദീനയിലേക്കാണ് പോയത്. അവിടെയും ഇതേ ഇസ്ലാമിൽ തന്നെയാണ് പ്രബോധനം ചെയ്യുന്നത്. പക്ഷേ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ആ കാര്യമാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. കാലൽ കാഫിറൂന, കാഫിറുകളാകുന്ന ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ, ഹാദാ സാഹിറുൻ, അവർ മാന്ത്രികന്മാരാണ്, കർദാബ്, പെരുങ്കള്ളന്മാരുമാണ്. ആ ജാലൽ ആലിഹത്ത, അവർ ദൈവങ്ങളെ ആക്കിയോ, വാഹിദൻ, ഇലാഹം വാഹിദൻ, ഒരൊറ്റ ദൈവമാക്കിയോ. ഇന്നഹാദാല ഷൈഉൻ ഉജാബ്, ഇത് അത്ഭുതം നിറഞ്ഞ വിസ്മയകരമായ ഒരു കാര്യമാണല്ലോ. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മക്കയിലെ എല്ലാ ആളുകളും വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഏകദൈവത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. എല്ലാ മനുഷ്യന്മാരും ബഹുദൈവ വിശ്വാസികളാണ്. കാബയാണ് അന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം. ആ കഅബാലയത്തിൽ ഏതാണ്ട് 300 ചില്ലാനം വിഗ്രഹങ്ങൾ അതിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും വീട്ടിലും ഓരോരുത്തർക്കും സ്വന്തമായി ആരാധനാലയങ്ങളും അതുപോലെ പ്രവർത്തിക്കാനുള്ള അവസ്ഥയും ഒക്കെയുണ്ട്. ഖുർആൻ പറയാണ് ആ ജാലൽ ആലിഹത്ത, ഈ ദൈവങ്ങളെല്ലാം ഒന്നാക്കിയോ. ആലിഹത്ത് തന്നെ ബഹുവചനാണ്. ദൈവങ്ങളെല്ലാം അവരാക്കിയോ, ഇലാഹം വാഹിദൻ, ഒരൊറ്റ ഇലാഹാക്കിയോ. ഇന്നഹാദാല ഷൈഉൻ ഉജാബ്, അത് അത്ഭുതകരമായ ഒരു വസ്തു തന്നെ. എന്ന് പറഞ്ഞാൽ അള്ളാഹു അഹദ് എന്നാണല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനപരമായ ഈ വിശ്വാസം അവർക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. അപ്പൊ അവര് ചോദിക്കുകയാണ്, ആ ജാലൽ ആലിഹത്ത, ദൈവങ്ങളെല്ലാം ആക്കിയോ, ഇലാഹം വാഹിദൻ, ഒറ്റ ഇലാഹാക്കിയോ. ഇന്നഹാദാ ഷൈഉൻ ഉജാബ്, ഇത് വിസ്മയകരമായ ഒരു വാദം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മാത്രമേ മനുഷ്യൻ ആരാധിക്കാനും അനുസരിക്കാനും കീഴ്പ്പെടാനൊക്കെ അർഹതയുള്ളതായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൃത്രിമമായി അവരുണ്ടാക്കിയതാണ്. ഇനി അത് സംബന്ധമായ ചില കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. ഒന്നരക്കൽ മലവ് വന്നു. മലവ് എന്ന് പറഞ്ഞാൽ പ്രമാണിമാരായ ആളുകൾ എഴുന്നേറ്റ് വന്നു. ഒന്നരക്കൽ മലയാണ് പ്രമാണിമാർ. ഈ പ്രമാണിമാരായ ആളുകൾ അവരിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അവരിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അനിംസു, എന്നിട്ട് ആ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ നടന്നോളൂ, നിങ്ങൾ ഈ മുഹമ്മദിന്റെ വർത്താനം പറഞ്ഞ് നിൽക്കണ്ട, നിങ്ങൾ നടന്നോളൂ, ഇതിനെ പറ്റി പറയാൻ നിൽക്കണ്ട, അവന്റെ കാര്യം പറയേണ്ടതില്ല. വംശു, നിങ്ങൾ നടന്നോളൂ. വസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചോളൂ. അലാ ആലിഹത്തിക്കും, നിങ്ങൾ ദൈവങ്ങളിൽ മുറുകെ പിടിച്ചോ. ദൈവവിശ്വാസത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദൈവങ്ങളാണോ നിങ്ങളുടെ വീട്ടിലുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളത്, നിങ്ങൾ സ്വന്തമായ കൈവശമുണ്ട്, അവിടെയൊക്കെ ഉണ്ടോ, അതെല്ലാം നിങ്ങൾ മുറുകെ പിടിച്ചോ, അന്നും ഉപേക്ഷിക്കണ്ട. ഇന്നഹാദാ ലശൈഉൻ യുറാദ്, തീർച്ചയായും അത് ഉദ്ദേശിക്കപ്പെടുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് മുഹമ്മദ് പറയുന്ന അടിസ്ഥാനപരമായ ആദർശം. ഇത് മുഹമ്മദ് പറയുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലെന്തോ ഉദ്ദേശമുണ്ട്. ഇന്നഹാദാ ഷൈഉൻ യുറാദ്, ഇതിന്റെ പിന്നിൽ എന്തോ കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. മാ സമീഅന, നമ്മൾ കേട്ടിട്ടില്ല, ബിഹാദ, ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കേട്ടിട്ടില്ല. ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മതങ്ങളിലൊന്നും കേട്ടിട്ടില്ല. ഇൻഹാദ ഇല്ലഖ്തിലാഖ്, അത് കൃത്രിമ സൃഷ്ടികളാണ്. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അവരങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് 3 മതങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലഖ്തിലാഖ്, അത് വ്യാജമാണ്, കൃത്രിമം ചെയ്യപ്പെട്ടതാണ്. ആ ഉൻസുര ദിക്റു, ഉത്ബോധിപ്പിക്കപ്പെട്ടതെന്നോ നീം ബൈന, നമുക്കിടയിൽ നിന്ന്, ബൽഹും ഫീ ശക്കിൻ മിൻ ദിക്രി, ബൽ എന്നാൽ ഫീ ശക്കിൻ മിൻ ദിക്രി, നിങ്ങളുടെ അത്ഭുതമായ
സംശയത്തിലാണ് മിന്തിക്കിരി എന്റെ ഉത്ബോധനം. വല്ലമ്മ എതുവക്കു അവർ രുചിച്ചിരിക്കുന്നു അതാബ് ശിക്ഷ അവർ രുചിക്കുകയും ചെയ്യും. ഇന്ദഹും അതല്ല അവരിലുണ്ടോ ഖസായിനു ഖജനാബുകളുണ്ടോ റഹ്മത്തിൻ റബ്ബിക റബ്ബിന്റെ അനുഗ്രഹം അൽ അസീസ് അജയ്യനായ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം അൽ വഹാബ് അത്യുജ്വലനുമായ ദൈവത്തിന്റെ നിയമങ്ങൾ അംലഹും അവർക്കുണ്ടോ മുൽക്കുസമാവാത്തി വല്ലഹുമാ അംലഹും അവർക്കുണ്ടോ മുൽക്കുസമാവാത്തി ആകാശങ്ങളുടെ ആധിപത്യം വല്ലഹു ഭൂമിയുടെയും ആധിപത്യം ഒമാ ബൈനഹുമ അവ രണ്ടിന്റെയും ഇടയിലുള്ളതിന്റെയും ആധിപത്യം ഉണ്ടോ? പല്ലെടുത്തക്കൂ അവർ കയറി ചെല്ലട്ടെ ഫില്ലസ്ബാബ് കോണിയിൽ തെർത്തക്കൂ ഫില്ലസ്ബാബ് കോണിയിലേക്ക് അവർ കയറി നിൽക്കട്ടെ. ഹുനാലിക്ക ജുന്തും മാ ഹുനാലിക്ക ജുന്തും എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ സൈന്യപട മാഹുനാലിക്ക ഇവ ഇല്ല മഹസൂബൻ ആരാധിക്കപ്പെടുകയോ പൂജിക്കപ്പെടുകയും ഇല്ല മിനൽ ഹിസാബ് പാർട്ടികളിൽ നിന്ന് അങ്ങനെയുള്ള ഒറ്റപ്പെട്ടതാണത്. കെല്ലറത്ത് കബലഹും ഇവരുടെ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഓമു നൂഹിന്റെ ജനത ആദ്യ സമുദായത്തിന്റെയും കൗമി ഫിറാവിന്റെയും ദുല്ലൗത്താദ് സ്തംഭങ്ങളുള്ള. അപ്പോ പണ്ട് വന്ന പ്രവാചകന്മാരാണ് ഒന്ന് നോഹ് ആദ് സമുദായം, ആദിന്റെ സമുദായവും അതുപോലെ ഫിറാവിന്റെ സമുദായം. ഇവരൊക്കെ മുമ്പ് വന്ന പ്രവാചകന്മാരാണ്. മുഹമ്മദിനെ പോലെയാണ് അവരൊക്കെ വന്നിട്ടുള്ളത്. അവരുമൊക്കെ തൗഹീദിന്റെ പ്രസ്ഥാപനത്തിന് വേണ്ടി വന്നവരാണ്. അപ്പൊ സമൂത് ഗോത്രവും ലൂത്ത് പ്രവാചകനും വസാബിൽ ഐക്കാനിവാസികളും ഉലായിക്കൽ ഹിസാബ് അവരെല്ലാം വൻ പടകൾ തന്നെയാണ്. അവരെല്ലാം ഇതുപോലെ ഉണ്ടായിരുന്നാൽ മുഹമ്മദ് നബി മാത്രമല്ല ഇതിനു മുമ്പ് ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഈങ്കുല്ലും എല്ലാവരും അറുസുല കല്ലമ റുസുല എല്ലാവരും തള്ളിപ്പറഞ്ഞു, പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞു. ഫഹഖ ഇഖാബ് അപ്പോൾ അവരുടെ ശിക്ഷ യാഥാർത്ഥ്യമായി തീർന്നു. വായന്തുർഹാവുലായി ഇവർ കാത്തിരിക്കുന്നില്ല ഇല്ലാ സൈഹത്തം വാഹിദ ഒരൊറ്റ സൈഹത്ത് ശബ്ദമല്ലാതെ ഒരൊറ്റ ഗർജനമല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി എന്താണ് വരാനുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇല്ലാ സൈഹത്തം വാഹിദത്തൻ ഒരൊറ്റ ഗർജനം മാലഹാമ്യം ഫവാഖ് അത് സാവകാശമായി ഒന്നും ഉണ്ടാവുകയില്ല. അതിനകത്തെല്ലാം വന്നു കഴിഞ്ഞു. അപ്പൊ കാലു അവർ പറയുന്നു റബ്ബനാ നാഥ അജ്ജില്ലന ഞങ്ങൾക്ക് നീ ശീഘ്രമായ അവസ്ഥ നൽകണം. അജ്ജില്ലന വേഗം നൽകണം. അജ്ജില്ലന കിത്തന നമ്മുടെ ശിക്ഷ വിഹിതം കപിലയോമിൽ ഹിസാബ് വിചാരണ ദിവസം വരുന്നതിന് മുമ്പ്. വിചാരണ ദിവസം പരലോകത്ത് വെച്ചുകൊണ്ട് പരലോകത്തൊരു ഹിസാബുണ്ട്. ആ ഹിസാബിനെ പറ്റിയാണ് പറയുന്നത്. പരലോകത്ത് മനുഷ്യൻ എല്ലാവരും വരും. അവരുടെ ഹിസാബുണ്ട്, വിചാരണയുണ്ട്. ആ വിചാരണയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുകയും കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞത് 16 ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പഠിക്കുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.